ക്ഷേമ പെൻഷൻ അനർഹമായി തട്ടിയെടുത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വകുപ്പ് തല നടപടിയെടുക്കുന്നതിനൊപ്പം കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തട്ടിപ്പിന് സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. അനർഹരെ ഒഴിവാക്കാൻ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗത്തിൽ തീരുമാനമായി. TV പ്രസാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഇതുപോലൊരു തട്ടിപ്പ് ഇനി സംഭവിക്കാതിരിക്കാൻ സർക്കാർ മുൻകരുതലുകൾ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുമോ? മാത്രമല്ല, ഇതിലെങ്ങനെയായിരിക്കും നടപടി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? റോഷ്നി, 1458 സർക്കാർ ഉദ്യോഗസ്ഥർ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയത് വലിയ വിവാദമാണ് സംസ്ഥാനത്തുണ്ടാക്കിയത്. അത് സർക്കാരിന് വലിയ നാണക്കേടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തന്നെ വിളിച്ചു ചേർത്തത്. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കും എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കുകയും ചെയ്ത്. ഇതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതൊന്നല്ല നമ്പർ, ഒരുപാട് കൂടുതൽ വരാനുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത്. മാത്രമല്ല, കർശന നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 യോഗം വിളിച്ചു ചേർത്തത്. ധനമന്ത്രി KN ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം യോഗത്തിനെത്തുകയും ചെയ്തു. നിർണായകമായ തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. അതായത്, ഇനിയൊരു ക്ഷേമ പെൻഷൻ തട്ടിപ്പ് ഇല്ലാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ വരുത്താൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. അതായത്, വാങ്ങിയ പെൻഷൻ തിരിച്ചു പിടിക്കുക മാത്രമല്ല, അതിൻ്റെ പലിശ തിരിച്ചു പിടിക്കും. അതോടൊപ്പം തന്നെ അവർക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും. പക്ഷേ ക്രിമിനൽ കേസ് എടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് സർക്കാർ ഇന്നൊരു അഭിപ്രായം പറഞ്ഞതുമില്ല. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല, ഇവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി ഇങ്ങനൊരു തട്ടിപ്പില്ലാതിരിക്കാനുള്ള വലിയ ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത്, മസ്റ്ററിംഗ് ഓരോ വർഷവും ഉള്ള മസ്റ്ററിംഗ് നിർബന്ധമാക്കും. അതിൽ മുഖം കാണുന്ന രീതിയിലുള്ള സംവിധാനമുണ്ടാക്കും. അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറ്റും. വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. അങ്ങനെ കൃത്യമായ രീതിയിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് തടയാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങോട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല പിടിയിലാകാൻ പോകുന്നത്. അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന വലിയ സമ്പന്നരെ മുഴുവൻ ഈ പട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന 60 ലക്ഷത്തിലേറെ വരുന്നവരിൽ വലിയൊരു ശതമാനം തട്ടിപ്പുകാരെ കണ്ടെത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും കഴിയും എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഇതിൽ കൃത്യമായ നിരീക്ഷണവും പഠനവും പരിശോധനയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഈ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വകുപ്പുകളിൽ ആരൊക്കെയാണ് കൈപ്പറ്റിയതെന്ന ജീവനക്കാരുടെ എണ്ണം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കടുത്ത നടപടി ഉണ്ടാവുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഇന്നിതാ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുകയാണ്.